മധ്യ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന വൈക്കം പടിഞ്ഞാറേക്കര പെരുമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ അഷ്ടബന്ധ ദ്രവ്യകലശ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഭക്തജന പ്രവാഹം തുടരുന്നു. സഹസ്രാബ്ദങ്ങളുടെ പൗരാണിക പെരുമ കൊണ്ടും അതുല്യമായ ചൈതന്യ പ്രഭാവം കൊണ്ടും പ്രസിദ്ധമായ പെരുമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഏപ്രിൽ 5-ാം തീയതി വരെയാണ് അഷ്ടബന്ധ ദ്രവ്യകലശ ചടങ്ങുകൾ നടക്കുന്നത്. പ്രമുഖ നാരായണീയ ആചാര്യ രമ രമേശൻ്റെ നേതൃത്വത്തിൽ വനിതകൾ നടത്തിയ നാരായണീയ യജ്ഞത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. 12 സംവത്സരം അഥവാ ഒരു വ്യാഴവട്ടക്കാലത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങാണ് അഷ്ടബന്ധ ദ്രവ്യകലശം. മനുഷ്യ സഹജമായ പിഴവുകൾ മൂലവും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും വ്യതിയാനങ്ങൾ കൊണ്ടും ദേവീ ചൈതന്യത്തിന് ലോപമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂർവാധികം ചൈതന്യലബ്ധി ലക്ഷ്യമിട്ടാണ് അഷ്ടബന്ധ ദ്രവ്യകലശം നടക്കുന്നതെന്ന് ക്ഷേത്രം മേൽശാന്തിയും ദേവസ്വം മാനേജരുമായ വിനു ഡി നമ്പൂതിരി പറഞ്ഞു. ആശ്രിത വത്സലയും വരദായിനിയുമായ പെരുമ്പള്ളിക്കാവിലമ്മയുടെ തിരുനടയിൽ കലശ ചടങ്ങുകൾ മാർച്ച് 31 വൈകിട്ട് ആരംഭിച്ച് ഏപ്രിൽ 5-ാം തീയതി ഉച്ചയോടുകൂടി പര്യവസാനിക്കും. കലശങ്ങൾ നടത്തുന്നത് ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായി ബാധിക്കുന്ന ദോഷങ്ങളോ ചൈതന്യലോപങ്ങളോ ഉണ്ടാക്കുന്ന എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രാശ്ചിത്ത ഹോമങ്ങളും എല്ലാം നടത്തി ദ്രവ്യകലശത്തോടുകൂടി ചൈതന്യവർദ്ധനവിനായിക്കൊണ്ട് നടത്തുന്ന ചടങ്ങുകളാണ് ഈ ബിംബശുദ്ധി കലശം, കലശാഭിഷേകം, നവീകരണ പ്രാശ്ചിത്യ ഹോമം, കലശപൂജ എന്നിവയും ചടങ്ങുകളുടെ ഭാഗമായി നടന്നുവരുന്നു. ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുന്ന 5-ാം തീയതി വരെ മഹാപ്രസാദമൂട്ടും ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.